ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും കർത്താവ് യേശു ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിന്റെ 13-ാം വാക്യമാണ്. ഹല്ലേലൂയ. തന്നോട് സംസാരിച്ച ദൈവത്തിന് അവൾ എൽ റോയ് എന്ന് പേരിട്ടു. ഹല്ലേലൂയ. നീ എന്നെ കാണുന്ന ദൈവം. ഹല്ലേലൂയ. ഹാഗാർ സാറയുടെ വേലക്കാരിയായിരുന്നു. സാറയുടെ പീഡനങ്ങൾ സഹിക്കാനാകാതെ ഹാഗാർ മരുഭൂമിയിൽ ഒളിച്ചോടിപ്പോയി. എന്നാൽ അവളുടെ വേദനയിൽ കൂടെ ഇരുന്ന കർത്താവ്, അവളുടെ ദുഃഖങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കർത്താവ് അവളെ പിന്നാലെ ചെന്നു, അവളെ ആശ്വസിപ്പിച്ചു. അവളെ ഭൂതകാലം കാണുക മാത്രമല്ല, അവർക്ക് ഭാവി കാലവും വാഗ്ദാനം ചെയ്തു. നിന്റെ സന്തതി എണ്ണാനാകാത്ത വിധം പെരുകുമെന്നും പറഞ്ഞ് അവളെ അനുഗ്രഹിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഹാഗാറിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലൂടെ എപ്പോഴും കടന്നു പോകാറുണ്ട്. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങൾ നിന്നെ തള്ളിക്കളയുമ്പോൾ എൽ റോയ് നിന്നെ കാണുന്നു. എൽ റോയ് നിന്നെ സംരക്ഷിക്കുന്നു. നിന്നെ കാണുന്ന ദൈവം, സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. അവൻ നിന്റെ പിന്നാലെ ഉണ്ട്. ഹല്ലേലൂയ. സമൂഹം നിന്നെ നിന്ദിച്ചാലും പരിഹസിച്ചാലും മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എൽ റോയ് നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നെ കാണുന്നു, അവൻ നിന്നെ കേൾക്കുന്നു. ഹല്ലേലൂയ. ഹാഗാരോടും ദൈവദൂതൻ പറഞ്ഞു, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇസ്മായേൽ എന്ന് പേരിടണം. ഇസ്മായേലിന്റെ പേരിന്റെ അർത്ഥം തന്നെ ദൈവം കേൾക്കുന്നുവെന്ന്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സ്നേഹം അമൂല്യമാണ്. അവൻ എൽ റോയിയാണ്. അവൻ നമ്മുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും, നാം നിന്ദിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ, നാം പീഡിപ്പിക്കപ്പെടുമ്പോൾ, നാം പുറം തള്ളപ്പെടുമ്പോൾ അവൻ നമ്മെ കാണുന്നു. എൽ റോയ് നമ്മുടെ കൂടെയുണ്ട്. അയാൾ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ കാണുന്ന എൻ്റെ കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്ന അപ്പ. ഹാഗാറിന്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, കർത്താവേ, അവിടെ ഞങ്ങളെ കാണുന്ന ദൈവമെന്ന്, അവിടുന്ന് എൽ റോയ് ആണെന്നും ഹാഗാർ പറഞ്ഞതുപോലെ സ്വയമായി പറഞ്ഞ് വിശ്വസിക്കുക. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയായി കർത്താവേ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.